ലൂഥറൻ അവർ മിനിസ്ട്രീസ് ക്രിസ്ത്യൻ മീഡിയ സെന്റർ അവതരിപ്പിക്കുന്ന സ്വർഗസുധ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹീതമായിരുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. ധ്യാന വചസ്, ദൈവസംഗീതം, സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്, കുട്ടിയോളും ഞാനും, ദൈവസന്നിധി എന്നിങ്ങനെ 5 സെഗ്മെന്റ്സ് കോർത്തിണക്കി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പ്രോഗ്രാമാണ് സ്വർഗസുധ. കഴിഞ്ഞ എപ്പിസോഡിലെ സെഗ്മെന്റ്സ് എല്ലാം നിങ്ങൾക്ക് അനുഗ്രഹീതമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ സെഗ്മെന്റ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യത്തെ സെഗ്മെന്റ് ധ്യാനവചസ്. നമുക്ക് വിശ്വാസത്തോടെ ആത്മീയ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാം. ഒരു വചന സന്ദേശം കേൾക്കാം. ധ്യാനവചസ്. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചുരുക്കമായ ചിന്തയ്ക്ക് അടിസ്ഥാനമായി എടുത്തിരിക്കുന്നത് പഴയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ മലാഖി 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലുള്ള ഒരു ചെറിയ ചോദ്യമാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? പ്രിയമുള്ളവരെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു ചിന്തയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് എന്നത്. ഈ ലോകത്തിലെ ക്രിസ്തീയ വിശ്വാസികൾ എല്ലാവരും, ക്രിസ്തുവിനെ അറിഞ്ഞവർ എല്ലാവരും, സുവിശേഷം അറിഞ്ഞ് ക്രിസ്തു യേശുവിൽ വിശ്വാസമർപ്പിച്ച് രക്ഷയുടെ അനുഭവത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരും ജീവിതത്തിൽ വച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് എന്നത്. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ 1ാമത്തെ വരവിന് മുൻപ് എഴുതപ്പെട്ടതായ ഒരു പ്രവചന വാക്യമാണ് നാം വായിച്ചത്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം 2 പ്രധാന ഭാഗങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ 39 പുസ്തകങ്ങൾ അടങ്ങുന്ന ഭാഗം പഴയ നിയമമെന്നും അതിനുശേഷം 27 പുസ്തകങ്ങൾ അടങ്ങുന്ന ഭാഗം പുതിയ നിയമമെന്നും നമുക്കറിയാം. ഈ പഴയ നിയമ പുസ്തകങ്ങളുടെ അവസാനത്തെ പുസ്തകമായിട്ട് ആണ് മലാഖി എന്ന പുസ്തകം നാം കാണുന്നത്. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇടക്കാല ചരിത്രമായി പഠിക്കുവാൻ കഴിയുന്നു എങ്കിലും ആ കാലഘട്ടത്തിൻ്റെ ഏതെങ്കിലും അംഗീകൃതമായ തിരുവെഴുത്തുകൾ നമുക്ക് ഇല്ല എന്നതാണ് സത്യം. ഇവിടെ ഈ വേദഭാഗത്തിൽ പറയുന്നതായ കാര്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനോടാണ് ഏറ്റവും അധികം പൊരുത്തപ്പെടുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വരും എന്ന് വചനം നേരത്തെ കൂട്ടി തന്നെ പ്രവാചകന്മാരിലൂടെ ദൈവം പ്രസ്താവിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അത് മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനുള്ള വരവാണെന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 1ാമത്തെ വരവിനെക്കുറിച്ചുള്ള ചിന്തയും പ്രതീക്ഷയും കാത്തിരിപ്പുമൊക്കെ പഴയ നിയമ തിരുവെഴുത്തുകളിൽ നമുക്ക് തുടർച്ചയായി കാണാൻ സാധിക്കും. പഴയ നിയമ തിരുവെഴുത്തുകളിൽ ഉടനീളം അതത് ഭാഗങ്ങളിലായി നമ്മൾ വായിക്കുന്നുണ്ട് പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തതായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ. എന്തായിരുന്നാലും ശരി, വരുവാൻ പോകുന്ന ക്രിസ്തു, അല്ലെങ്കിൽ പഴയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ മെശിഹ, അവൻ്റെ വരവിലൂടെ തൻ്റെ മക്കൾക്ക് ഒരു വിടുതൽ നൽകും എന്നുള്ള ചിന്ത വളരെ ശക്തമായിട്ട് ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരർത്ഥത്തിൽ വരുവാൻ പോകുന്ന മെശിഹയെക്കുറിച്ചുള്ള ചിന്ത ഒരു ലൗകിക രാജാവിനെക്കുറിച്ചുള്ള ചിന്തയായിട്ട് മാറ്റപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാവീദിന് ശേഷം ദാവീദിൻ്റെ വേരിൽ നിന്ന്, ദാവീദിൻ്റെ ഗൃഹത്തിൽ നിന്ന്, അവൻ്റെ കുലത്തിൽ നിന്ന് അവനെപ്പോലെയോ അവനേക്കാൾ ഉന്നതനോ ആയിരിക്കുന്ന ശ്രേഷ്ഠനായ ഒരു രാജാവ് വരുമെന്നും ആ രാജാവിലൂടെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായ സൗഭാഗ്യങ്ങൾ തിരികെ ലഭിക്കും എന്നും ആ ജനം വിശ്വസിച്ചിരുന്നു. നോക്കുക, ദൈവവചനത്തിൽ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് അറിയിക്കപ്പെടുമ്പോഴും ആ ക്രിസ്തുവിനെ കേവലം ഒരു ജനവിഭാഗത്തിൻ്റെ പ്രതിനിധിയായി, അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിൻ്റെ മാത്രം രക്ഷകനായി, വിമോചകനായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞ ലൗകിക വിമോചകനായി കണ്ടുകൊണ്ട്
തങ്ങളെ കീഴടക്കി വെച്ചിരിക്കുന്ന രാജാക്കന്മാരിൽ നിന്നും സാമ്രാജ്യങ്ങളിൽ നിന്നും ശക്തികളിൽ നിന്നും ഒക്കെ തങ്ങൾക്ക് ലൗകികമായ വിടുതൽ നൽകുന്ന രാജാവായിട്ട് കണ്ട് കാത്തിരുന്നതായ ഒരു വലിയ ജനവിഭാഗം ആയിരുന്നു അവർ. എന്നാൽ ഇതിനിടയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ക്രിസ്തു എന്ന രാജാവിൻ്റെ ആത്മീകമായ ഒരു നിലവാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൻ ലൗകികനായ ഒരു രാജാവ് അല്ല, അതിനപ്പുറമായി അവൻ ആത്മീകമായ വിടുതൽ നൽകുന്ന ഒരു രാജാവാണ്. പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് മനുഷ്യകുലത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുന്നവനായി, ഈ ലോകത്തെ രക്ഷകനായി യേശു കടന്നു വന്നു എന്ന്, അവനൊരു ശിശുവായി ജനിച്ചു, അവൻ ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിച്ചു, അവൻ മരണമേറ്റുവാങ്ങി, ഇതെല്ലാം നമ്മൾ തിരുവെഴുത്തുകളിലൂടെ പഠിക്കുമ്പോൾ യേശുവിൻ്റെ ആ ശാന്തവും സൗമ്യവുമായ ഒന്നാമത്തെ വരവ് സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അപ്പോൾ യേശുവിൻ്റെ ഈ ഒന്നാമത്തെ വരവിന് മുൻപേ എഴുതപ്പെട്ടിരിക്കുന്ന ഈ മലാഖി പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യം വാസ്തവത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു പ്രവചന വാക്യം തന്നെയാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും എന്നാണ്. അവൻ്റെ സന്നിധിയിൽ, അവൻ്റെ മഹത്വമുള്ള പ്രത്യക്ഷതയിൽ നിൽക്കുവാൻ കഴിയുന്നവർ ആർ എന്നാണ് ഇവിടെ പ്രവാചകൻ്റെ ചോദ്യം. അതായത് മനുഷ്യവർഗം മുഴുവനും ദൈവത്തിൻ്റെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് രക്ഷയുടെ നിറവ് പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിച്ച് കാത്തിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ എത്ര പ്രബോധനം നൽകപ്പെട്ടാലും ശരി, മനുഷ്യൻ പലപ്പോഴും ഇതെല്ലാം വിട്ടിട്ട്, ഇതെല്ലാം മറന്നിട്ട്, വിശ്വാസത്തെ ത്യജിച്ചിട്ട്, ക്രിസ്തുവിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട്, ക്രിസ്തുവിലുള്ള രക്ഷയുടെ മാഹാത്മ്യം എന്തെന്ന് ഗ്രഹിക്കാത്തവരായി ലൗകിക ജീവിതത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തിട്ട് ഇങ്ങനെ ലൗകിക സുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരായി മാറുമ്പോൾ ആ കർത്താവിൻ്റെ ശ്രേഷ്ഠമായ പ്രത്യക്ഷതയുടെ നാളിൽ അവൻ്റെ മുൻപിൽ നിൽക്കുവാൻ അവർക്ക് കഴിയുകയില്ല, അതിന് അവർ അയോഗ്യരായിത്തീരും എന്നുള്ള കാര്യമാണ് അവിടെ പ്രവാചകൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ നാൾ എന്ന ഒരു ചിന്ത, ദൈവം തങ്ങളുടെ അരികിലേക്ക് വന്ന് തങ്ങളെ രക്ഷിക്കുന്നതായ ഒരു നാൾ എന്നുള്ള ചിന്തയൊക്കെ പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പ്രവാചകന്മാർ പിന്നെയും ആവർത്തിച്ച് പറയുന്ന കാര്യം ദൈവത്തിൻ്റെ നാളെന്ന് പറയുന്നത് എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, എല്ലാവർക്കും സഹിക്കുവാൻ കഴിയുന്ന ഒരു നാളാവുകയില്ല എന്നുള്ളതാണ്. അവിടെയും നമ്മൾ കാണുന്നത് ഒരു ന്യായവിധിയെക്കുറിച്ചുള്ള ചിന്തയാണ്. ഇവിടെ ക്രിസ്തുവിൻ്റെ വരവിൽ, കർത്താവിൻ്റെ രണ്ടാമത്തെ മഹത്വമുള്ള പ്രത്യക്ഷതയിൽ എന്താണ് സംഭവിക്കുക എന്ന് വിശുദ്ധ തിരുവെഴുത്തുകളിൽ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. സുവിശേഷങ്ങളിൽ തന്നെ മത്തായി സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അവിടെ തന്നെ അവൻ ചെമ്മരി ആടുകളെയും കോലാടുകളെയും തമ്മിൽ ഒരു ഇടയൻ വേർതിരിക്കുന്നത് പോലെ എല്ലാവരെയും, മനുഷ്യരെ മുഴുവനും വേർതിരിച്ച് നിർത്തുന്നതായ ഒരു സന്ദർഭമുണ്ട് എന്നും കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. നോക്കുക, എല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ രക്ഷയുടെ അനുഭവത്തിൽ ജീവിച്ച് ദൈവികമായ ആ അനുഗ്രഹത്തിൻ്റെ നിറവിലേക്ക് പ്രവേശിക്കണം എന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ അങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇങ്ങനെ രണ്ട് വിഭാഗമായി വേർതിരിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ യോഗ്യമായ ജീവിതം നയിക്കുന്നവരും അയോഗ്യമായ ജീവിതം നയിക്കുന്നവരും ഉണ്ടാകും എന്നതാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വളരെയേറെ അകന്നുപോയവരായും വിശ്വാസത്തിൽ നിന്ന് വീണുപോയവരായും മാറുന്ന ആളുകൾ ഉണ്ടായിരിക്കും എന്നതാണ്. കർത്താവ് ഈ ലോകത്തിൽ എത്രത്തോളം വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ളവരായി നാം നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഇത്തരുണത്തിൽ ഓർക്കേണ്ടതാണ്. ക്രിസ്തു വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് വേണ്ടി മരിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ഇനിയും ഒരിക്കൽ കൂടി നമുക്ക് വേണ്ടി ഒരു പാപ പരിഹാര ബലി അർപ്പിക്കപ്പെടുകയില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇനിയും ഒരിക്കൽ കൂടി കാൽവരിക്കുന്നിൽ ഒരു ക്രൂശ് നമുക്ക് വേണ്ടി ഉയർത്തപ്പെടുകയില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. കാരണം ഒരിക്കലായി ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാനായി
യേശുവിനെ ബലിയാടാക്കി മാറ്റി എങ്കിൽ അന്ന് എല്ലാം സഹിക്കുന്ന കുഞ്ഞാടായി നിന്നവൻ, എല്ലാം ഏറ്റെടുക്കുന്നവനായി മാറിയവൻ, എല്ലാ വേദനയും സ്വന്തം ചുമലിൽ ഏറ്റെടുത്തവൻ, എല്ലാ പാപത്തെയും സ്വന്തമായി സ്വീകരിച്ചവൻ, പാപമില്ലാതിരുന്നിട്ടും പാപമാക്കി മാറ്റപ്പെടുവാൻ തന്നെത്താൻ സമർപ്പിച്ചവൻ, ആ കർത്താവ് വീണ്ടും എല്ലാ തേജസ്സോടും എല്ലാ മഹത്വത്തോടും ന്യായാധിപതിയായിട്ട് കടന്നു വരുന്നതായ ആ നാൾ, അവൻ പ്രത്യക്ഷനാകുന്ന നാൾ, ആ മഹത്വത്തിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയുടെ നാൾ, അന്ന് അവൻ്റെ മുൻപിൽ നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം എന്നതാണ്. ആ നാളെപ്പോൾ എന്ന് നമുക്കറിയില്ല. കർത്താവിൻ്റെ വരവ് സുനിശ്ചിതമാണ്, എന്നാൽ വരവിൻ്റെ നാഴിക അനിശ്ചിതമാണ് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അവൻ്റെ മുൻപിൽ നിൽക്കുവാനായിട്ട് ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരുക്കമുള്ളവരായി മാറണം എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ എന്ന് സുവിശേഷങ്ങളിലൂടെ കർത്താവ് തന്നെ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഉണർന്നിരിക്കുക, പ്രാർത്ഥനയോടെ ഇരിക്കുക, ആത്മീകമായി ഉണർവുള്ളവരായി മാറുക, ജീവനുള്ളവരായി നിലനിൽക്കുക. പ്രാർത്ഥനയിലൂടെ ദൈവത്തോടുള്ള ബന്ധത്തെ, ജാഗരണത്തിലൂടെ ദൈവത്തോടുള്ള ബന്ധത്തെ മുറുകെ പിടിക്കുന്നവരായി നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയണം. സ്വർഗത്തിലെ കർത്താവ് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ഈ ലോകത്തിലെ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്നതായ ആ ശ്രേഷ്ഠമായ നന്മകളെ അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ജാഗരണത്തോടെ, ജാഗ്രതയോടെ, പ്രാർത്ഥനയോടെ ഒരുങ്ങുന്നവരായി മാറാം. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്കവിടെ നിൽക്കുവാൻ യോഗ്യതയുണ്ടാകട്ടെ. അതിനായി ദൈവം പരിശുദ്ധാത്മാവിൽ വചനത്തോടെ നമ്മൾ ഒരുക്കുമാറാകട്ടെ. ആമേൻ. ഏറെ ചിന്തിപ്പിച്ച, പ്രത്യാശ നൽകിയ ഒരു വചന സന്ദേശമായിരുന്നു നമ്മൾ ശ്രവിച്ചതല്ലേ? ഇനി മധുരമേറിയ ഒരു ഗാനം കേൾക്കാം ദൈവസങ്കീർത്തത്തിലൂടെ. സന്തോഷത്തോടെ ദൈവസങ്കീതം. വളരെ ഹൃദയസ്പർശിയായ ഒരു ഗാനമായിരുന്നു നാം ഇപ്പോൾ ശ്രവിച്ചത്. ഇനി നമ്മളുടെ ജീവിത വിജയത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു സെഷനായാലോ? അടുത്ത സെഗ്മെൻറ്റ് സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്. നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ജീവിതത്തെക്കുറിച്ചുള്ള മറ്റു ചില ചിന്തകളുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുക. ജീവിതത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, കിട്ടാത്തതിനെക്കുറിച്ച് പരാതി പറയുന്നവരാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷവും. കിട്ടാത്തതിനെക്കുറിച്ച് പരാതി പറയും, പരിഭവം പറയും. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. നമ്മൾ ആലോചിക്കുക, നമ്മളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ, നമ്മളൊരാൾ വീട്ടിൽ ക്ഷണിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണത്തിനായി ക്ഷണിച്ചു കഴിഞ്ഞാൽ, അയാൾ തന്ന ഭക്ഷണം, അയാൾ തരുന്ന ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് സന്തോഷത്തോടു കൂടെ നമ്മൾ മടങ്ങിപ്പോകും. അതോ ഇത്രയേ തന്നുള്ളൂ, ബാക്കി എനിക്ക് കിട്ടിയില്ല എന്ന് നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമോ അയാളുടെ മുൻപിൽ? പലപ്പോഴും നമ്മൾ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോൾ ഇങ്ങനെയാണ്: ദൈവമേ, എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല, ഇത് ലഭിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. കിട്ടിയ അനുഗ്രഹങ്ങളെ നമ്മൾ കണക്ക് കൂട്ടാറില്ല. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നാണ് പറയുക.
നിങ്ങളുടെ അനുഗ്രഹങ്ങളെ എണ്ണുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്തതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുകയില്ല എന്നാണ് ഒരു പഴഞ്ചൊല്ല്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ എണ്ണുവാൻ പഠിക്കണം. ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മുൻപിൽ വെച്ച് നീട്ടാറുണ്ട്. രാവിലെ നിങ്ങൾ ആരോഗ്യത്തോടു കൂടെ ഉണർന്ന് കിടക്ക വിട്ട് എഴുന്നേൽക്കുമെങ്കിൽ അതിൽ പരം ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനില്ല. ആരോഗ്യത്തോടു കൂടി ഒരു ദിവസം ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതിൽ പരം ഒരു സന്തോഷം കിട്ടാനില്ല. ശരീരത്തിൽ വേദനയും പ്രയാസങ്ങളും ഇല്ലാത്തൊരു ദിവസമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിൽ പരം ഒരു അനുഗ്രഹം കിട്ടാനില്ല. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കൗണ്ട് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അത് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പാഠമാണ്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാകണമെന്നില്ല. പാളിച്ചകളും കുറ്റങ്ങളും കുറവുകളും നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരുടെ ജീവിതത്തിൽ കുറ്റങ്ങൾ വരും, ദൈവത്തിന് മാത്രമേ വരാതുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറ്റം വന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പമുണ്ടായി എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ മറ്റുള്ളവർ എടുത്ത് കാട്ടുമ്പോൾ, വിമർശിക്കുമ്പോൾ നമ്മളതിനെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുക. ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് അത് സംഭവിച്ചത്, ഇന്ന ആൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്, ഇന്ന ആൾ ഇല്ലാതിരുന്നുവെങ്കിൽ ഞാനിങ്ങനെ ചെയ്യില്ലായിരുന്നു, അതിന് കുറ്റക്കാർ മറ്റുള്ളവരാണ്, ഞാൻ മാത്രമല്ല എന്ന് പറഞ്ഞ് പല വിധത്തിൽ നമ്മുടെ തെറ്റുകളെ, കുറ്റങ്ങളെ, കുറവുകളെ ന്യായീകരിക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, നമ്മുടെ കുറ്റങ്ങളെ നമ്മൾ കൊണ്ടുപോയെങ്കിൽ നമ്മളതിനെ മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിനെ ന്യായീകരിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ശരിക്കും അത് നിങ്ങൾക്ക് സംഭവിച്ചുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിച്ചുവെങ്കിൽ, ഒരു കുറ്റം സംഭവിച്ചുവെങ്കിൽ, ഒരു ബുദ്ധിമുട്ട് ഏർപ്പെട്ടുവെങ്കിൽ നിങ്ങളതിനെ മറികടക്കാൻ ശ്രമിക്കണം എന്നതല്ലാതെ അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. അത് ജീവിതത്തിലെ വലിയൊരു പാഠമാണ്. അടുത്ത കാര്യമെന്ന് പറയുന്നത്, ജീവിതത്തിലെ സംതൃപ്തി എന്ന് പറയുന്നത് അത് ഏറ്റവും അത്യാവശ്യമാണ്. ഉള്ളതിൽ സന്തോഷിക്കുവാനും ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുവാനും നമ്മൾ പഠിക്കണം. കണ്ടൻ്റ് എന്ന് പറയും. എനിക്ക് ഇത് ഉണ്ട്, ഞാൻ സന്തുഷ്ടനാണ്, സന്തോഷവാനാണ് എന്ന് പറയുന്ന മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും ധനികൻ. അതായത് മനുഷ്യൻ്റെ മനസ്സ് എത്ര ഇട്ടാലും നിറയാത്ത ഒരു തമോഗർത്തം പോലെയാണ്. അതിൽ എത്ര ഇട്ടുകൊണ്ടിരുന്നാലും, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ പോലെയാണ്, അങ്ങനെ പറയുമല്ലോ. ബ്ലാക്ക് ഹോൾ എന്തും അങ്ങനെ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും, ഒന്നിനും വെറുതെ വിടുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. എന്ത് കിട്ടിയാലും വലിച്ചെടുക്കും, എത്ര വലുത് കിട്ടിയാലും വലിച്ചെടുക്കും, പക്ഷേ ഒരിക്കലും നമുക്ക് നിറയുകയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, സംതൃപ്തി നമ്മൾ പഠിച്ചെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അത് സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു കാര്യമാണ്. എന്തിലും സംതൃപ്തി കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം പോലെ ധനികനായ ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഏറ്റവും വലിയ ധനികൻ എന്ന് പറയുന്നത് സംതൃപ്തി ഉള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ നിങ്ങൾ സ്വയം പഠിച്ചെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ സൂര്യനെ നമ്മൾ ദിവസവും രാവിലെ സൂര്യനെ കാണുന്നുണ്ട്. സൂര്യൻ രാവിലെ ഉദിക്കുന്നതും വൈകുന്നേരം അസ്തമിക്കുന്നതും ആരെയും കണ്ടുകൊണ്ടല്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത്, ഞങ്ങളുടെ മീഡിയ വർക്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ചില ആൾക്കാർ പറയുന്നൊരു കാര്യം, ഇതിന് ഒരുപാട് ലൈക്ക് കിട്ടിയില്ല, ഇതിന് ഒരുപാട് ഷെയർ കിട്ടിയില്ല, അതുകൊണ്ട് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ നമ്മളിനി ഇടണ്ട. ഞങ്ങളുടെ ഓഫീസിൽ അങ്ങനെ സംസാരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ലൈക്കും ഷെയറുമല്ല നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടുന്നത്. ഫേസ്ബുക്കിലായിരുന്നാലും ശരി, ജീവിതത്തിലായിരുന്നാലും ശരി, കയ്യടികളല്ല നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ശരിയാണ് എന്ന് പരിപൂർണ്ണ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരുന്നുവെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവ് തരുന്നുവെങ്കിൽ, അത് കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, അത് നന്മയുള്ള കാര്യമാണെങ്കിൽ ഒരിക്കലും അത് നിർത്തരുത്. കയ്യടിക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഈ കാര്യങ്ങൾ ആരും അഭിനന്ദിച്ചില്ല, ആരും പ്രോത്സാഹിപ്പിച്ചില്ല, കൊള്ളാമെന്ന് പറഞ്ഞില്ല, ലൈക്ക് അടിച്ചില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും അത് നിർത്തരുത്. സൂര്യൻ ആരുടെയും കയ്യടിക്ക് കാത്തു നിൽക്കാറില്ല. അത് രാവിലെ ഉദിക്കും, വൈകുന്നേരം അസ്തമിക്കും. പോകുന്ന വഴിയിൽ ഒരുപാട് കയ്യടി അതിന് കിട്ടിക്കൊള്ളും. അത് സ്വാഭാവികമായ ഒരു പരിണിത ഫലമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരുടെയും കയ്യടിക്ക് വേണ്ടി നിൽക്കേണ്ടെന്ന് ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ലളിതമായ രീതിയിൽ പരിശ്രമിച്ചാൽ കിട്ടുന്ന പലതിനും വേണ്ടി നമ്മൾ പരിശ്രമിക്കാറില്ല. കിട്ടാത്ത കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, നല്ല പടം വരയ്ക്കാൻ അറിയാം, പക്ഷേ ആ കാര്യം ഒരിക്കലും ചെയ്യാറില്ല. പാട്ട് പാടാൻ എനിക്ക് സാധിക്കുമോ എന്ന് ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്യും. പക്ഷേ അയാൾക്ക് ശരിക്കും പാട്ട് പാടാൻ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അയാൾ പടം വരച്ച് അസാധ്യമായി പടം വരയ്ക്കുന്ന ആളാണ്. പലപ്പോഴും മനുഷ്യൻ ഇങ്ങനെയാണ്, തനിക്കുള്ള താലന്തുകൾ വളർത്തുന്നതിന് പകരം ഇല്ലാത്ത കാര്യങ്ങളെ വളർത്തുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നടക്കും. പക്ഷേ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഏത് ലളിതമായി ഭംഗിയായി ചെയ്യാൻ സാധിക്കുന്നുവോ ആ കാര്യങ്ങൾ കൂടുതലായി ചെയ്യുക, വളരുക. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് എടുത്തു വരാം. താങ്ക് യു. വളരെ അർത്ഥവത്തായ ഒരു ക്ലാസ് ആയിരുന്നു അല്ലേ? ഇനി കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന സെഗ്മെന്റ് കുട്ടികളും ഞാനും.
ഹായ് ഹായ്, എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടുണ്ട്. അല്ല കിട്ടു. ആ കുട്ടുമല്ല കിട്ടുവാണ്. അപ്പോൾ കുട്ടു വരാ. അവൻ്റെ ചേട്ടനാ. അവൻ്റെ ചേട്ടനാണ് കിട്ടു. അപ്പോൾ കിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരുമിച്ച് കാണാനായിട്ട് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഒരിത്തിരി സന്തോഷം. കിട്ടു സന്തോഷമാണോ? സന്തോഷമാണ്. പിന്നെ ഇന്ന് സ്കൂളിൽ പോയില്ലേ? സ്കൂളിൽ പോയെങ്കിൽ അങ്കിളുടെ വരുമോ? സ്കൂളിൽ പോയെങ്കിൽ അങ്കിളിൻ്റെ കൂടെ വരുമെന്നാണ് അവൻ ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ല. പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. എല്ലാത്തിനും നല്ല മാർക്ക് വാങ്ങും. എല്ലാത്തിനും നല്ല മാർക്ക് വാങ്ങും. അപ്പോൾ കൂട്ടുകാർ നല്ല മാർക്ക് വാങ്ങുമല്ലോ. എല്ലാവരും നല്ല മാർക്കൊക്കെ വാങ്ങണം കേട്ടോ. നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇന്നൊരു പുതിയ കഥ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആകാശകന്യകയുടെ കഥയാണ്. എന്താ? അപ്പോൾ നീ എന്തോന്ന് കന്യക കേട്ടിട്ടുണ്ട്? അവന് മത്സ്യകന്യകയെ അറിയാം. അപ്പോൾ ആകാശകന്യക കേട്ടിട്ടില്ല. മത്സ്യകന്യക എവിടെയാണ് താമസിക്കണേ? കടലിൽ. കടലിൽ. അപ്പോൾ ആകാശകന്യക എവിടെ താമസിക്കുമായിരിക്കും? ആകാശത്തിൽ. ആകാശത്തിൽ. അപ്പോൾ ആകാശത്തിൽ താമസിക്കുന്ന ഒരു കന്യകയുടെ കഥയാണ്. അതാണ് ആകാശകന്യക. ശരി. അപ്പോൾ ഒരിക്കൽ ഈ പശ്ചിമ ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു കഥയാണ്. പശ്ചിമ ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലെ പ്രചാരത്തിലിരിക്കുന്ന ഒരു കഥയാണിത്. അവരിങ്ങനെ പഠിക്കുകയും പഠിപ്പിക്കുകയും സത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ്. അപ്പോൾ ആ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. പറയാം. അപ്പോൾ ഒരിക്കൽ പിന്നെ ഒരു ക്ഷീരകർഷകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? എന്താണ്? ചീര കൃഷി ചെയ്യുന്ന ആളെന്നാണ് അവൻ പറയുന്നത്. ക്ഷീരകർഷകൻ എന്ന് പറഞ്ഞാൽ ചീര ഉണ്ടാക്കുന്ന ആളല്ല, പിന്നെ പാൽ കച്ചവടക്കാരൻ. മനസ്സിലായോ? അപ്പോൾ പാൽ കച്ചവടക്കാരൻ, അദ്ദേഹത്തിന് ഒരുപാട് പശുവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിറയെ പാല് തരുന്ന പശുക്കളാണ്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്, ഈ പശുക്കൾ ശരിയായിട്ട് പാല് തരുന്നില്ല, പാലിൽ കുറവ് സംഭവിക്കുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പോൾ പാൽ എന്തിനാണ് ഇങ്ങനെ കുറയുന്നത്? രാത്രിയാകുമ്പോൾ ആരെങ്കിലും മോഷ്ടിക്കുന്നുണ്ടായിരിക്കും ഉറപ്പായിട്ടും. അങ്ങനെ ഈ കർഷകൻ അത് കണ്ടുപിടിക്കാനായിട്ട് രാത്രിയിൽ കാവലിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒളിച്ച് കാവലിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നോക്കിയപ്പോൾ ആകാശത്തിൽ നിന്നും ഒരു കന്യക ഇറങ്ങി വരുമ്പോൾ അവളുടെ കയ്യിൽ വലിയൊരു കലവുമുണ്ട്. ആ കലം കൊണ്ടുവന്നിട്ട് അവൾ ഇങ്ങനെ പാല് കറന്നെടുത്ത് കലം നിറച്ച് കൊണ്ട് തിരികെ പോകുന്നത് കണ്ടു. അപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് പാല് കുറയുന്നത്. ആകാശകന്യക മോഷ്ടിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും ഇനി ഇവൾ വരികയാണെങ്കിൽ അവളെ പിടിക്കണം എന്ന് വിചാരിച്ചു ഈ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു പറയുമ്പോൾ ഒരു വലയൊക്കെ സംഘടിപ്പിച്ച് രാത്രിയിൽ വീണ്ടും അവിടെ ഇരിക്കാൻ തുടങ്ങി, കാവലിരിക്കാൻ തുടങ്ങി. അപ്പോൾ അതാ വരുന്നു ആകാശകന്യ. കയ്യിലെന്തുണ്ട്? കലമുണ്ട്. എന്തിനാണ്? പാല് മോട്ടിക്കാൻ. അപ്പോൾ പാല് മോട്ടിക്കാനുള്ള കലവും കൊണ്ട് വരികയാണ് ആകാശകന്യക. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഈ ആകാശകന്യക വന്നിറങ്ങിയിട്ട് പശുവിൻ്റെ അടുക്കിലേക്ക് പോയി പാല് കറക്കാൻ തുടങ്ങിയതും കയ്യിലിരുന്ന വല ഇങ്ങനെ മീനിനെ പിടിക്കുന്നത് പോലെ ഒറ്റ വീശി കൊടുത്തു. ആ വീശി ഈ വല ചെന്ന് വീണത് കന്യകയുടെ ദേഹത്താണ്. അങ്ങനെ കന്യക വലയ്ക്കകത്ത് കുടുങ്ങി. ഇദ്ദേഹം ഓടിച്ചെന്ന് ആ വല മുറുക്കി കെട്ടി. നോക്കിയപ്പോൾ അതീവ സുന്ദരിയായ ഒരു ആകാശകന്യക. അപ്പോൾ അവളുടെ സൗന്ദര്യം കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര അതിശയമായി. ഇത്രയ്ക്കും സുന്ദരിയാണോ ആകാശത്തിലെ കന്യക? അപ്പോൾ ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ആകാശകന്യകയാണ്. നീ എന്തിനാണ് എൻ്റെ പശുവിൻ്റെ പാല് മോഷ്ടിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ അവിടെ ആഹാരം കുറവാണ്, അപ്പോൾ ആ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് പാല് ഇങ്ങനെ ഞാൻ എടുക്കുന്നത്. എന്നോട് ക്ഷമിക്കണം, തെറ്റാണെന്നറിയാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം, ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പോൾ എന്ത് ചോദിച്ചാലും തരുമെന്ന് ചോദിച്ചു ഈ കർഷകൻ. അപ്പോൾ അവൾ പറഞ്ഞു, എന്തു വേണമെങ്കിലും തരും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുന്ദരിയായ നീ എൻ്റെ ഭാര്യയായി മനുഷ്യനായി ഇവിടെ താമസിക്കണം, മനുഷ്യ സ്ത്രീയായി എൻ്റെ ഒപ്പം താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് വലിയ സങ്കടമായി. അവൾ പറഞ്ഞു, ശരി, ഞാൻ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ ഭാര്യയായി ഇവിടെ താമസിക്കാം, പക്ഷേ 3 ദിവസത്തെ അവധി എനിക്ക് തരണം എന്ന് പറഞ്ഞു. 3 ദിവസത്തെ അവധി തരണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതെന്തിനാണെന്ന് ചോദിച്ചു. അത് ചോദിക്കണ്ടേ? ചോദിക്കണം. അപ്പോൾ എന്ത് പറഞ്ഞു? അപ്പോൾ എന്തു പറഞ്ഞെന്ന് അറിയാമോ? അവൾ പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറയണം, എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങളുടെ ഭാര്യയായി ഈ ഭൂമിയിൽ ജീവിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, നിൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു, നിന്നെ ഞാൻ തുറന്നു വിടാമെന്ന് പറഞ്ഞു. കെട്ടൊക്കെ അഴിച്ചു വലയിൽ നിന്നും മോചിതയാക്കി അവൾ അങ്ങനെ ആകാശത്തിലേക്ക് പറന്നുപോയി.
പറന്നു പോയിട്ട് പറഞ്ഞതുപോലെ തന്നെ 3 ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കല്യാണം കഴിച്ചു, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായി ഭൂമിയിൽ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ വന്ന സമയത്ത് ഈ കന്യകയുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നേ. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇതെന്താണ് ഈ പെട്ടിയിൽ? അവൾ പറഞ്ഞു, എൻ്റെ ആകാശത്തിലെ ഭവനത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. ആ ആകാശഭവനം ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. എനിക്ക് നിങ്ങളോടൊരു കണ്ടീഷനുണ്ട്, നിബന്ധന ഉണ്ട്. എന്താണെന്നറിയാമോ? എന്താ? ഈ പെട്ടി നിങ്ങൾ ഒരിക്കലും തുറക്കരുത്, തുറക്കുന്ന നാളിൽ ഞാൻ തിരികെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിൻ്റെ സന്തോഷത്തെ ഞാൻ കെടുത്തില്ല, നിൻ്റെ സന്തോഷം അതുപോലെ തന്നെ ഇരുന്നോട്ടെ, ഞാൻ തുറക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ കല്യാണം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞു, ഒരാഴ്ചയായി. ഇദ്ദേഹത്തിന് വല്ലാത്തൊരു ആകാംക്ഷ. എന്തായിരിക്കും? പെട്ടിക്കുള്ളിൽ എന്താണ്? അതൊന്ന് തുറന്നു നോക്കാനായിട്ടുള്ള വലിയ താല്പര്യം. ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഈ ആകാശകന്യക പിന്നെ പുറത്തു പോയ സമയം നോക്കി ഈ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഒന്നുമില്ല. ഭയങ്കര ദേഷ്യമായി. അപ്പോൾ കന്യക വന്നു, കന്യകയോട് ചോദിച്ചു, നീ അല്ലേ പറഞ്ഞത് ഈ പെട്ടിക്കുള്ളിൽ നിൻ്റെ ഭയങ്കര സമ്പാദ്യമാണ്, സന്തോഷമാണെന്നൊക്കെ? ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഒന്നുമില്ലല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങളത് തുറന്നോ? അപ്പോൾ പറഞ്ഞു, ഞാൻ തുറന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അതിനുള്ളിൽ എൻ്റെ ആകാശത്തിലെ വായു ഉണ്ടായിരുന്നു, എൻ്റെ ആകാശത്തിൻ്റെ സൗന്ദര്യമുണ്ടായിരുന്നു, എൻ്റെ ആകാശത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. അത് നിങ്ങൾ തുറന്നു വിട്ടു. നിങ്ങളോട് ഞാൻ പറഞ്ഞു തുറക്കരുത്, തുറന്നാൽ എന്ത് ചെയ്യും? പൊയ്ക്കളയുമെന്ന് പറഞ്ഞു. അതുപോലെ കന്യക പറഞ്ഞു, ഞാൻ പറഞ്ഞതനുസരിക്കാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നു എന്ന് പറഞ്ഞ് ആ സുന്ദരിയായ കന്യക ആകാശത്തിലേക്ക് തിരികെ പോയി. ഈ മനുഷ്യന് വലിയ സങ്കടമായി. അവൻ ചെയ്ത തെറ്റോർത്ത് വല്ലാതെ വേദനിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? വിശ്വാസവഞ്ചന അത് ഈ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. അത് കൂട്ടുകാരോടായാലും ശരി, കുടുംബത്തിലായാലും ശരി, നമ്മൾ പഠന മേഖലയിലായാലും ശരി, തൊഴിൽ മേഖലയിലായാലും ശരി, വിശ്വാസവഞ്ചന ഒരിക്കലും നല്ലതല്ല എന്നുള്ളതാണ്, അല്ലേ? നമുക്കറിയാം, ബൈബിളിൽ ആദം ഹവ്വ അവരോടും ദൈവം പറഞ്ഞു, ഏറ്റവും സുന്ദരമായ ഒരു ഇടം സൃഷ്ടിച്ചു കൊടുത്തിട്ട് ഏദൻ തോട്ടം ഉണ്ടാക്കി കൊടുത്ത് അവിടെ താമസിക്കാൻ പറഞ്ഞു. പക്ഷേ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞു, അല്ലേ? അനുസരണക്കേട് അവർ കാണിച്ചു, അവർ പുറത്തായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യം ഇതാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ബൈബിളിൽ ആദം ഹവ്വ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവർക്ക് ദൈവം കൊടുത്ത ശിക്ഷ എന്ത്? കണ്ടെത്തുക, ഉത്തരം എഴുതുക, സമ്മാനമുണ്ട്. അപ്പോൾ അതുവരേക്കും നമ്മൾ വീണ്ടും കാണും. ഓക്കെ, ടാറ്റാ. കൂട്ടുകാർക്കെല്ലാം ഇന്ന് നിങ്ങൾ കേട്ട ബൈബിൾ സംഭവം ഇഷ്ടപ്പെട്ടോ? അതിൻ്റെ അവസാനം ഒരു ചോദ്യം ചോദിച്ചില്ലേ? അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ എത്രയും വേഗം അതിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് എഴുതി അയയ്ക്കുക. ഞങ്ങളുടെ അഡ്രസ്സും വാട്സാപ്പ് നമ്പറും ഈ പ്രോഗ്രാമിൻ്റെ അവസാനം നിങ്ങൾക്ക് നൽകുന്നതാണ്. വിനോദവും വിജ്ഞാനവും ഒക്കെ നൽകുന്ന സെഗ്മെൻറ്റുകൾക്ക് ശേഷം ഇനി അല്പനേരം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അടുത്ത സെഗ്മെൻറ്റ് പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം ദൈവസന്നിധി. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ നല്ല നിമിഷം ഞങ്ങൾ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കളുണ്ട്, സഹോദര ബന്ധങ്ങളിൽ വിള്ളൽ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, മാതാപിതാക്കൾ തമ്മിൽ സ്നേഹത്തിൻ്റെ വിള്ളൽ അവരുടെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ അകൽച്ചയിൽ ആയിരിക്കുന്നവരുണ്ട്. അങ്ങനെ വിവിധമായ തലങ്ങളിൽ ബന്ധങ്ങളില്ലാതെ ജീവിക്കുന്ന അനേകം മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ലോകപ്രകാരമുള്ള ജീവിതത്തിൽ സ്നേഹബന്ധങ്ങൾക്ക് മൂല്യം കൊടുത്തുകൊണ്ട്, കർത്താവെ, അപ്പനെയും അമ്മയും സ്നേഹിച്ചുകൊണ്ട്, സഹോദര ബന്ധങ്ങളെ ഉറപ്പിച്ചുകൊണ്ട്, അയൽ ബന്ധങ്ങളിൽ കർത്താവെ സ്നേഹത്തോടെ ഇടപെട്ടുകൊണ്ട് ഓരോ മക്കളും ഏകലോക ജീവിതത്തിൽ കാണപ്പെടുവാൻ അങ്ങയുടെ പരിശുദ്ധ സ്നേഹം കൊണ്ട് അങ്ങ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, ഒരിക്കലും ബന്ധങ്ങളിൽ വിള്ളൽ വരാതെ വണ്ണം ആ ബന്ധങ്ങളെ ഉറപ്പോടുകൂടി നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിൽ സന്തോഷങ്ങളെ പ്രാപിപ്പാൻ അവിടുന്ന് ഏവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഏത് തലങ്ങളിലായിരുന്നാലും കർത്താവേ, ഏവരെയും ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ
നിൻ്റെ അതിരറ്റ കൃപയും സ്നേഹവും അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നാഥനെ, ഇതുവരെയും അപ്രകാരം നിൻ്റെ കൃപ കൊണ്ട് നിറച്ചതിനായി നന്ദി കർത്താവേ. ബന്ധങ്ങളെ അവിടുന്ന് സ്ഥാപിക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. കുടുംബ ബന്ധങ്ങളിലായിരുന്നാലും മറ്റു ഏതു തലങ്ങളിലായിരുന്നാലും ആ ബന്ധത്തെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഏവരെയും നിറയ്ക്കണമെന്ന് ക്രിസ്തു യേശു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. ഇത്ര നേരവും ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉത്തരങ്ങളും ഞങ്ങളെ അറിയിക്കുക. Our new address, Christian Media Center, number 105, Pantheon Road, 2nd floor, Egmore, opposite to Egmore Museum, Chennai, 600008. Our phone number 044 2432 0488.